മികവാർന്ന പ്രവർത്തനം നടത്തുന്ന പോലീസിനെ അടച്ചാക്ഷേപിക്കരുത്. ഇവിടെ തീവ്രവാദ ബന്ധം പറഞ്ഞു. ഇവിടെ ഇന്ന് കേരളത്തിൽ ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ല. ഇവിടെ ഇപ്പം മാറാടില്ല, പൂന്തറയില്ല, ചാലക്കമ്പോളം കത്തുന്നില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ ഓണം കടന്നുപോയി. നമുക്ക് ആഘോഷങ്ങളെല്ലാം സന്തോഷകരമായി നടന്നു. നിങ്ങളുടെ അബീൻ വർക്കിയുടെ നേതാവ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായിയാണല്ലോ. അപ്പൊ നേതാവ് അങ്ങനെ ആണെങ്കിൽ പിന്നെ ബാക്കി ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് തിരിച്ചു പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. ആ പോലീസിന്റെ മികവിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? വാർത്ത കൊടുക്കും, പോലീസ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് പറഞ്ഞു പോകും. ചെയ്തിട്ടില്ല. അതും കൂടി ആകണം. ശരി, അവിടെ ശ്രീ നൗഷാദ്, ഈ കാക്കി അഴിച്ചു വെക്കണം എന്നുള്ള കാര്യത്തിൽ ആ വിഷ്വൽ കണ്ട ആളുകൾക്കൊന്നും സംശയം ഉണ്ടാവില്ല. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ട രീതിയിലല്ല അവിടെ ആ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. അതുകൊണ്ട് അവർ ആ ജോലി കൺഫിറ്റ് ആണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് പറയാം. ഇവിടെ അങ്ങനെ ഒരു സന്ദർഭത്തെ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? ഇന്ന് മുഖ്യമന്ത്രി ആവട്ടെ, ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളാവട്ടെ, ഈ ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിന്റെ മർദ്ദനമേറ്റ ചെറുപ്പക്കാരൻ സുജിത്ത് എന്തോ വലിയ കുഴപ്പക്കാരനാണ്, അയാൾ 11 കേസിൽ പ്രതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. 11 കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അനിൽ അക്കര അതിന്റെ 11 കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ സമരങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കേസിൽ പ്രതിയാവും. അത് ആനക്കാര്യമോ അത്ഭുതമൊന്നുമല്ല. പക്ഷേ 11 കേസിൽ പ്രതിയാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇത് ഏതോ വലിയ ക്രിമിനൽ, അവനെ കൊണ്ടുവന്ന് ഇടിച്ചത് വലിയ കുഴപ്പമാണോ എന്ന മട്ടിൽ ആ ധ്വനിയിൽ സംസാരിക്കുന്നത് പോലെയുണ്ട്. ഈ പരാതിക്കാരനെ അല്ലെങ്കിൽ അനീതി നേരിട്ട ഒരാളെ കൂടി വേട്ടയാടിക്കൊണ്ടാണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നടപടിയെടുക്കുന്നത്? അഭിലാഷെ, വസ്തുതകളായി കാണണം. അത് വളരെ കൃത്യമായി സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടുമ്പോൾ അദ്ദേഹം നിരവധി കേസുകളിലെ പ്രതിയാണ്. പക്ഷെ അതിൽ രാഷ്ട്രീയ കേസുകളും ഉണ്ട്, പക്ഷെ ക്രിമിനൽ കേസും ഉണ്ട്. രണ്ടും രണ്ടാണ്. അത് അങ്ങനെ തന്നെ കാണണം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അബിൻ വർക്ക് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ആ സമയവും സാവകാശവും തരണം. ഞാൻ പറഞ്ഞത് എന്താണ്, കേരള പോലീസ് ഒട്ടേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസിംഗ് സംവിധാനം ഉള്ളത് കേരളത്തിലാണ്. എന്നാൽ അതിൽ ഈ പറയപ്പെടുന്നത് പോലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ മാത്രമല്ലേ ഒരു സർക്കാരിന് കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് ഇപ്പോൾ DGP ആയി സെൻകുമാറിനെ നിയമിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷെ നിയമിക്കേണ്ടി വന്നില്ലേ? നമ്മുടെ മുമ്പിലുള്ളതല്ലേ. ഇവിടെ കേരള പോലീസ് നിങ്ങളിപ്പോൾ പറയുമ്പോൾ വിസ്മയ കേസ്, കൂടത്തായി കേസ്, ഉത്തര പാമ്പ് കടിച്ച് മരിച്ചത് കൊലപാതകയെ കണ്ടെത്തി. ജിഷ കേസ്, ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ജിഷ കേസ്, ചെരുപ്പ് തൂക്കിയിട്ട കഥയിലേക്കൊന്നും പോകുന്നില്ല. ഇലന്തൂർ നരബലി കേസ്, അതുപോലെ തന്നെ നെന്മാറ കൂട്ടക്കൊല കേസ്, പിന്നെ ഇപ്പോൾ കോവളത്തൊരു വിദേശ വനിത കൊല്ലപ്പെട്ടത്, അതുപോലെ തന്നെ കൊല്ലത്തൊരു കുട്ടിയെ കാണാതെ പോയത്, തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ മിസ്സിംഗ് ആയത്, ഇങ്ങനെയുള്ള എല്ലാ കേസുകളും അവർ തെളിയിച്ചു. പറഞ്ഞു തീർത്തോട്ടെ. അതിനോടൊപ്പം ഇപ്പൊ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു. ആ മയക്കുമരുന്ന് കേന്ദ്രത്തിൽ പോയി, ഞാൻ പറഞ്ഞ MDMA നിർമ്മാണ കേന്ദ്രത്തിൽ പോയി അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ പോലീസ് പോലും അവിടെ ഇവർ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ആ തരത്തിൽ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന പോലീസിനെ അടച്ചാക്ഷേപിക്കരുത്. ഇവിടെ തീവ്രവാദ ബന്ധം പറഞ്ഞു. ഇവിടെ ഇന്ന് കേരളത്തിൽ ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ല. ഇവിടെ ഇപ്പം മാറാടില്ല, പൂന്തറയില്ല, ചാലക്കമ്പോളം കത്തുന്നില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ ഓണം കടന്നുപോയി. നമുക്ക് ആഘോഷങ്ങളെല്ലാം സന്തോഷകരമായി നടന്നു. ഇവിടെ വാട്സപ്പ് ഹർത്താൽ ഓർമ്മയുണ്ടല്ലോ അഭിലാഷിന്? വാട്സപ്പ് ഹർത്താൽ ക്രിയേറ്റ് ചെയ്ത ID ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഹർത്താൽ നടത്തിയ അത് കണ്ടെത്തിയത് കേരള പോലീസാണ്. ആ തരത്തിൽ മികവാർന്ന പ്രവർത്തനമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ PK ഞാൻ ചോദിച്ചത് മയക്കുമരുന്ന് കേസ് കളിച്ച് PK ബ്രോസിന്റെ അനിയനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ടില്ലേ? നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ലേ? അതിനെല്ലാം ആ തരത്തിൽ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? ആ പണി ഞങ്ങൾ നടത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ മുകേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് എൻ്റെ ഒരു മര്യാദയ്ക്ക് പേര് പോലും പറയാതാണ് പറഞ്ഞത്. നിങ്ങളുടെ അബീൻ വർക്കിയുടെ നേതാവ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായിയാണല്ലോ. അപ്പൊ നേതാവ് അങ്ങനെ ആണെങ്കിൽ പിന്നെ ബാക്കി ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് തിരിച്ചു പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മുടെ ഒരു ചർച്ചയിലിരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതും വസ്തുതകൾ, വിമർശനങ്ങൾ പറയാം, കുറ്റപ്പെടുത്തലുകളാവാം, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ മികവിനെ കൂടി കാണണം. അഭിലാഷിനോട് ഇപ്പോൾ ഞാൻ ചോദിക്കും, നമ്മളിപ്പോൾ പോലീസിൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച ഒട്ടേറെ കേസുകളുണ്ടല്ലോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു പാനലുകളെ വിളിച്ച് ഇരുത്തി നമ്മൾ ആ പോലീസിൻ്റെ മികവിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? വാർത്ത കൊടുക്കും, പോലീസ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് പറഞ്ഞു പോകും. ചെയ്തിട്ടില്ല.
അതും കൂടി ആകണം, വിമർശനങ്ങൾ ഉണ്ടാകണം. ശരി, അല്ല, ഈ അവരുടെ ജോലി ചെയ്യുമ്പോൾ നമ്മളതിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. അവർ ചെയ്യേണ്ട കാര്യമില്ലേ? ഗവൺമെന്റ് കസ്റ്റഡി മർദ്ദനത്തെ അനുകൂലിക്കുന്നില്ല. കാരണം അത് ഏറ്റുവാങ്ങിയ മഹാഭൂരിപക്ഷം പേരും ഞങ്ങളുടെ സഖാക്കളാണ്. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ഒരു ഗവൺമെന്റിന് പാർട്ടി കമ്മിറ്റി അല്ലല്ലോ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ. ആ തരത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 144 പേരെ പിരിച്ചുവിട്ടു. അത് എല്ലാ ഗവൺമെന്റ് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അബിൻ വർക്കിക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ രമേശ് ചെന്നിത്തല. ആ ആഭ്യന്തര മന്ത്രിയായിരുന്നു, ഉച്ചയ്ക്കാണല്ലോ. ഇത്രയും നേരമായിട്ടും എത്ര പേരെ എവിടൊക്കെ എന്നിപ്പോ വന്ന് പറയാൻ ഇത് അങ്ങനെ അന്തരീക്ഷത്തിൽ വർത്തമാനം പറയരുത്. വളരെ കൃത്യമായി കണക്കുകൾ വെച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ കണക്കുകൾ പറ. പക്ഷെ ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിനെ പേടിയുണ്ട്, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. വളരെ മികവാർന്ന പ്രവർത്തനം തന്നെയാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. അവർക്കെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിന്. ശരി, ശ്രീ